മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഒരുവിധ എല്ലാ യൂട്യൂബേഴ്സും കംപ്ലീറ്റ് ചെയ്തൊരു ചലഞ്ചാണ്. ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കാത്തതിൻ്റെ മെയിൻ 2 കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല ഒബ്വിയസ്ലി. രണ്ടാമത്തെ റീസൺ, ഞാൻ മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷനാണ് കളിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കും, ബെഡ് റോക്ക് എഡിഷനിൽ ഹാർഡ് കോർ കൊണ്ടുവന്നിട്ട് കുറച്ച് കാലങ്ങളായല്ലോ. ബട്ട് നമ്മുടെ പ്രശ്നം വേണ്ടത് അവിടെയല്ല. കമ്പയർഡ് ടു ജാവ, ബെഡ് റോക്ക് എഡിഷൻ്റെ ഹാർഡ് ഡിഫിക്കൽട്ടി അന്യായമാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷൻ്റെ വേറെ പ്രത്യേകതയാണ് ഈ ഗെയിമിൻ്റെ ബഗ്സും ഗ്ലിച്ചസും. ഇതെല്ലാം പ്രമാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ചലഞ്ച് ഇന്ന് ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നതാണ്. യെസ്, മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഇൻ ബെഡ് റോക്ക് എഡിഷൻ. ഇനിയിപ്പോൾ ഹാർഡ് കോർ മോഡ് എന്താണെന്നറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വേൾഡിൻ്റെ ഡിഫിക്കൽട്ടി ഹാർഡ് മോഡിൽ ലോക്കായിരിക്കും. പിന്നെ ആ വേൾഡിൽ നമുക്ക് റീസ്പോൺ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആ വേൾഡിൽ ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വേൾഡ് ഇവിടെ ജനറേറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ സ്പോൺ ആക്കണ ഒരു ഫോറസ്റ്റിലാണ്. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ പുതിയ 1.21.72 ആണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. മറ്റേ സ്പ്രിംഗ് ടു ലൈഫ് എന്ന് പറഞ്ഞ അപ്ഡേറ്റ്, അങ്ങനെയാന്ന് തോന്നുന്നത് അപ്ഡേറ്റിൻ്റെ പേര്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഷീപ്പ് അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേഗം ടൂൾസ് സെറ്റ് ആക്കാം. അങ്ങനെ നമുക്ക് 5 വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും ഈ സ്റ്റോൺ ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ കുഴിക്കേണ്ടി വരും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബേസിക് ടൂൾസ് മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഹാർഡ് കോറാണ്, റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ പോരാത്തതിന് എൻ്റെ ഫസ്റ്റ് ഹാർഡ് കോർ വേൾഡും കൂടിയാണ്. ഇവിടെ കുറേ കോഴീനും പിഗിനെ കാണുന്നുണ്ട്. നമുക്ക് ഫുഡിന് ആവശ്യം വന്നുകൊണ്ട് ഇവരൊക്കെ കൊല്ലാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഷീപ്പിനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നമുക്കൊരു ഷീപ്പിനെ കണ്ടിട്ടുണ്ട്. പിന്നെ 2 ബോൾ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അവിടെ എന്തോ ഒരു സ്ട്രക്ചർ ഞാൻ കാണുന്നുണ്ട്. അതെന്താ സംഭവം എനിക്കറിയാൻ പാടില്ല ഗൈസ്. ഇത് പിന്നെ പുതിയ അപ്ഡേറ്റിൽ വന്ന സാധനമാണ്. പൊട്ടിച്ച മറ്റേ സിൽക്ക് ടച്ച് വെച്ച് പൊട്ടിക്കണം, അങ്ങനെ എന്തോ ഉണ്ട് ഗൈസ്. അവിടെ ഒരു റൂയിൻഡ് പോർട്ടലുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോകണം ഗൈസ്. അങ്ങനെ നമ്മുടെ 3ാമത്തെ ഷീപ്പിനെ കൂടി ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമുക്ക് ഇവിടെ സേഫ് ആക്കിയിട്ടുണ്ട് സർവൈവ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ബെഡും കൂടി ഉണ്ടാക്കിയേക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബെഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഐലൻഡിലേക്ക് പോയി നോക്കാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ തരക്കേടില്ലാത്ത സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ടെമ്പററി ബേസ് സെറ്റ് ആക്കാം. പോരാത്തിന് ഇവിടെ നൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കി ഫുഡും കൂടി സെറ്റ് ആക്കണം. തൽക്കാലം നമുക്ക് കോളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല, കേവിലേക്കൊന്നും പോകാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പ്ലാങ്ക് വെച്ച് സ്മെൽറ്റ് ചെയ്യണത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹാർഡ് കോർ വേൾഡിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഗോൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഫുള്ള് അയൺ ആർമർ സെറ്റ് ആക്കണം, ഒരു സ്റ്റാർട്ടർ ബേസ് സെറ്റ് ആക്കണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ടെമ്പററി സ്റ്റാർട്ടർ ബേസിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോൾ ഇവിടെ വലിയൊരു കേവ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെന്തായാലും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒന്നും ഇറങ്ങാനുള്ള ഒരു ഷീൽഡ് പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് കോള് കാണുന്നുണ്ട്. മൈനിങ്ങിന് മുമ്പ് എന്തായാലും കോൾ ആവശ്യം വരും. അതുകൊണ്ട് നമുക്ക് കോള് ഇവിടെ നിന്ന് ഗ്യാദർ ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അയൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല 2 അയൺ ഉണ്ട് ഇവിടെ. ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ആക്കാമായിരുന്നു. ഈ ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ കോളും കിട്ടിയിട്ടുണ്ട്. 17 കോളും 3 അയണും.
പിന്നെ ഈ സാധനം ഞാൻ കൈ കൊണ്ട് അറിയാണ്ടൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ കൈ കയറി. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റായിരുന്നു. ഈ ചാനലിൻ്റെ ഫസ്റ്റ് സീരീസ് തന്നെ ഒരു ഹാർഡ് കോർ സീരീസ് ആയിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹാർഡ് കോർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ചലഞ്ചായിട്ട് കളിച്ചിട്ടില്ല. ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് കളിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇതൊരു ചലഞ്ചായിട്ട് ഹാർഡ് കോറിൽ ഡ്രാഗനെ ബീറ്റ് ചെയ്യണമെന്നോ അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഇതൊരു മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് എനിക്ക് തന്നെ ഒരു ചലഞ്ചായിട്ട് എടുക്കാനാണ് ഞാൻ ഈ സീരീസ് ഹാർഡ് കോറിലിട്ട് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ശ്രദ്ധിച്ച് കളിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചാവില്ലെന്ന് കണ്ടറിയാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. ബാക്കി കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. ഒരു 36 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വുഡ് ആവശ്യമുണ്ട്. വുഡ് എന്തായാലും അവിടെ പോയി കളക്ട് ചെയ്യാം. അവിടെ ഒരു മരം കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ സാപ്ലിങ്സ് നമുക്ക് ഇവിടെ കൊണ്ട് നട്ടേക്കാം. സോ ഗൈസ്, അങ്ങനെ നമുക്ക് 3 സാപ്ലിംഗ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് ഡേ ഇവിടെ സക്സസ്ഫുള്ളി സർവൈവ് ചെയ്തിട്ടുണ്ട്. സൺസെറ്റ് ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആ ഏരിയയിൽ നിന്ന് മാറി നമുക്ക് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റാർട്ടർ ബേസ്, ടെമ്പററി ബേസ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടർ ബേസ് ഫസ്റ്റ് നമ്മുടെ ബേസ് ഇവിടെ സെറ്റ് ആക്കാന്നാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചേക്കണയാണ്. ഫുഡ് കുക്കായിട്ട് നമുക്ക് വേഗം മൈനിങ്ങിന് പോവാം. നമുക്ക് ഇവിടെ വന്ന വഴിക്ക് കിട്ടിയ കുറച്ച് ഷുഗർ കെയിൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാം. നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു മൈനിങ് ഏരിയ പോലെ സെറ്റാക്കാനാണ്. നമ്മൾ മൈനിങ്ങിന് പോകണമെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് മെത്തേഡായിട്ടുള്ള സ്ട്രിപ്പ് മൈനിങ് രീതിയിലാണ്. ഒരു ഹാർഡ് കോറാണ്. ഷീൽഡ് പോലും ഇല്ലാണ്ട് കേവിലേക്ക് കയറിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ കയറിച്ചെന്ന് കഴിഞ്ഞാൽ എപ്പോൾ അടിപൊളി അത്തൊന്ന് ചോദിച്ചാൽ മതി. അവിടെ നമ്മൾ ഇവിടെ മൈനിങ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഏകദേശം അങ്ങനെ നമ്മൾ മൈൻ ചെയ്ത് ഒരു ലെവൽ 30 ഒക്കെ എത്തിയപ്പോഴേക്കും നമ്മളൊരു കേവിലേക്കാണ് കയറി ചെന്നത്. ഞാനപ്പോൾ ഈ കേവിൻ്റെ ഈ ഒരു സെക്ഷൻ ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാനിവിടെ മൈൻ ചെയ്ത് അയണിൻ്റെ ലെവലിലായിട്ടുണ്ട്. ഞാൻ ഈ സൈഡിലൊരു ചെറിയ റൂം പോലെ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് 3 അയൺ കിട്ടി. 3 അയൺ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സ്ട്രിപ്പ് മൈനിങ് ചെയ്യാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ വേറെ ഗെയിമിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഈ സൈഡിൽ കുറച്ച് അയൺ ഞാൻ കണ്ട്, കുറച്ച് അധികം കാണുന്നുണ്ട്. നമുക്ക് ഇതാദ്യം മൈൻ ചെയ്തെടുക്കാം. സോ ഗൈസ്, ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു 18 അയൺ കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു അയൺ ഉണ്ട്, അവിടെ കുറച്ച് അയൺ കാണുന്നുണ്ട് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമുക്ക് 25 അയൺ കിട്ടിയിട്ടുണ്ട്. ഒരു ഫുള്ള് സെറ്റ് ഓഫ് ആർമറിനുള്ള അയൺ കിട്ടിയിട്ടുണ്ട്. ക്രീപ്പർ ചത്തി ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. നോർമൽ മോഡാണെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ ഹാർഡ് കോർ ആകുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് ടെൻഷനാകും. ഞാൻ അങ്ങോട്ടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണോ? അത്യാഗ്രഹമാവോ ഗൈസ്? ആവോ. നമ്മൾ ആ ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ട്രിപ്പ് മൈനിങ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും അയൺ. അങ്ങനെ നമുക്ക് 35 അയൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൈനിങ്ങിന് ശേഷം നമുക്കൊരു 55 അയൺ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതോടെ തന്നെ നമുക്ക് ഒരു ഫുൾ സെറ്റ് ഓഫ് ആർമർ ഉണ്ടാക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ അയൺ ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ നേരത്തെ നട്ടുവെച്ച മരം ഇവിടെ വളർന്നിട്ടുണ്ട്. നമുക്ക് അതും വെട്ടാൻ പിന്നെ നമ്മുടെ സ്റ്റാർട്ടർ ബേസിനുള്ള കുറച്ച് മരം കൂടി നമുക്ക് കളക്ട് ചെയ്യണം.
അതും കൂടി കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. സോ നമുക്കൊരു 27 അയൺ ഇവിടെ സ്മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ബാക്കി അയൺ ഇവിടെ സ്മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നേരം കൊണ്ട് ഞാനിവിടെ കുറേ മരം മുറിച്ചിട്ട് സാപ്ലിങ്സ് ഇങ്ങനെ ഒരു നട്ട് വെച്ചിട്ടുണ്ട് ഒരു ഓർഡറിൽ. കാര്യം ഈ ഒരു ഏരിയയിലാണെങ്കിൽ മരം ഇങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അയൺ ആർമർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഈ ഗോളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് നമ്മൾ ഹെൽമെറ്റ് ഉണ്ടാക്കി, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി, ലെഗിൻസ് ഉണ്ടാക്കി, ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് ബൂട്ട്സ് ഉണ്ടാക്കി. സോ ഗൈസ് അങ്ങനെ നമ്മുടെ ആർമർ അവിടെ സെറ്റ് ആയിരിക്കുകയാണ്. തേർഡ് പേഴ്സൺ ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ ആർമർ ഇടാൻ പോണെയാണ്. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് ഗോൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഫുൾ അയൺ ആർമർ. ബാക്കി നമുക്ക് അയൺ ടൂൾസ് ഉണ്ടാക്കാനുള്ള അയണും കൂടി ബാക്കിയുണ്ട്. പക്ഷെ നമുക്ക് താൽക്കാലികമായിട്ടൊരു അയൺ പിക്കാക്സും ഒരു സോഡും മതി. നമുക്ക് ഷീൽഡും കൂടി ഉണ്ടാക്കിയേക്കാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമുക്ക് 14 അയൺ ഇപ്പം വേറെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷീൽഡ് കൂടി ഉണ്ടാക്കി. സോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഷീൽഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുള്ളി ആർമഡ് ആൻഡ് സെക്യൂർഡ് ആണ്. ഇനി നമുക്ക് കേവിലൊക്കെ പതിയെ പതിയെ ഒന്ന് ഇറങ്ങി തുടങ്ങാം. പക്ഷെ ഈ അടുത്തൊന്നും നമ്മൾ ഇറങ്ങൂല. മിനിമം എനിക്കൊരു ധൈര്യം തന്നെ ഈ ഹാർഡ് കോർ വേൾഡ് നഷ്ടപ്പെടരുതെന്ന് ഒരാഗ്രഹം എനിക്കുണ്ട്. നമ്മുടെ മരം ഇവിടെ ഇനി വളർന്നിട്ട് സ്റ്റാർട്ടർ ബേസ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ അത്യാവശ്യം വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ ഏരിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റോൺ അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ലാവാപ്പൂളാണ്. ഞാൻ ഇതിപ്പോൾ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്പണായി കിടക്കുന്നുണ്ട്. അതും പോരാത്തതിന് ഗ്ലാസ്സിനായിട്ട് നമ്മൾ സാൻഡും കളക്ട് ചെയ്യാനുണ്ട്. നമുക്കിതെല്ലാം കളക്ട് ചെയ്തിട്ട് കാണാം. ഇപ്പം നമ്മളിവിടെ കുറച്ച് ഏരിയ ഒന്ന് നിരപ്പാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് നമ്മൾ ബേസ് വെക്കാൻ പോണത്. ഇത്രയും ഭാഗം ഞാൻ ഇവിടെ ഒന്ന് നിരപ്പാക്കിയിട്ട് ഇവിടുത്തെ പുല്ലെല്ലാം ഒന്ന് വാട്ടർ ബക്കറ്റ് വെച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഈ വേൾഡിൻ്റെ ഫസ്റ്റ് ബേസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ടർ ബേസിന് പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിത് വീഡിയോയിൽ കാണിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതാണ് ഇൻറ്റീരിയറിൽ വരുമ്പോൾ. ഈ സൈഡ് നമ്മുടെ സ്മോക്കർ, ഫർണസ്, ക്രാഫ്റ്റ് ടേബിള്, സ്റ്റോൺ കട്ടർ ഞാൻ കുറച്ച് നേരം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒരു ഷെഡ് പോലെ എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സോഫ സെറ്റ് പോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. ഇവിടെ വെറുതെ കിടക്കണോണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഈ ജസ്റ്റ് നമ്മുടെ അവിടുത്തെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂം വന്നത്. സോ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.